നമസ്കാരം. ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്കെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണത്തെ സമാധാന നൊബേൽ പ്രഖ്യാപനം മുൻ വർഷങ്ങളിലേതിനേക്കാൾ ശ്രദ്ധേയമാകുന്നത്. 7 യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇത്തവണ സമാധാന നൊബേലിനായി ഏറ്റവും അധികം അവകാശവാദം ഉന്നയിച്ച വ്യക്തിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ ഈ ബഹുമതിക്ക് അർഹനാണെന്ന് വിശദീകരിക്കാൻ പല വേദികളും ട്രംപ് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ 2 വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഗസയിൽ സമാധാന കരാർ സാധ്യമാക്കിയതോടെ ട്രംപിന് വേണ്ടിയുള്ള അനുയായികളുടെ മുറവിളി ശക്തമായിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ 2025 ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും വിലയിരുത്തുക എന്നതിനാൽ ട്രംപിന് ഇക്കുറി നൊബേൽ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തലും ശക്തമാണ്. എങ്കിലും അത്ഭുതങ്ങൾക്ക് വകയുണ്ടെന്നാണ് ട്രംപ് അനുകൂലികളുടെ പക്ഷം. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇന്ന് ഉച്ചയോടെ ഇക്കാര്യത്തിലെ സസ്പെൻസ് അവസാനിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപനമുണ്ടാകും. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ് നൊബേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. നൊബേൽ സമ്മാനത്തിന് ഇത്തവണ 338 നാമനിർദ്ദേശങ്ങളാണ് ഉള്ളതെന്ന് നൊബേൽ പുരസ്കാര സമിതി അറിയിച്ചു. ഇതിൽ 244 വ്യക്തികളും 94 സംഘടനകളുമാണുള്ളത്. നാമനിർദ്ദേശം ലഭിച്ച പേരുകൾ നൊബേൽ പുരസ്കാര സമിതി പരസ്യമായി സ്ഥിരീകരിക്കാറില്ല. കഴിഞ്ഞ വർഷം 286 നാമനിർദ്ദേശങ്ങളായിരുന്നു ലഭിച്ചത്. ഇത്തവണ അപേക്ഷകളിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് നൊബേൽ കമ്മിറ്റി അറിയിക്കുന്നത്. ഇക്കണോമിക്സിന് തൊട്ടു മുൻപായി ഒടുവിലായിട്ടാണ് സമാധാന നൊബേൽ പ്രഖ്യാപിക്കുന്ന പതിവ്. സയൻസ് വിഷയങ്ങൾക്ക് ശേഷം സാഹിത്യം, സമാധാനം എന്നിങ്ങനെയാണ് ക്രമം. നാമനിർദ്ദേശം ലഭിച്ച പേരുകൾ നൊബേൽ പുരസ്കാര സമിതി പരസ്യപ്പെടുത്താറില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായതുൾപ്പെടെ യുദ്ധങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ട്രംപ് സ്വയം സ്ഥാനാർത്ഥിത്വം അവകാശപ്പെടുന്നത്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഈ പുരസ്കാരത്തിനായിട്ടുള്ള മോഹം പലതവണ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. തനിക്ക് നൊബേലിന് അർഹതയുണ്ടെന്ന് ട്രംപിന്റെ അവകാശവാദത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2018 തന്നെ അദ്ദേഹം തനിക്ക് നൊബേലിന് അർഹതയുണ്ടെന്ന് പരാമർശം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം തമാശ രൂപേണയായിരുന്നു കാര്യം അവതരിപ്പിച്ചതെങ്കിൽ 5 വർഷങ്ങൾക്കിപ്പുറം അത് ഉറച്ച അവകാശവാദമായി മാറിയിട്ടുണ്ട്. ഞാൻ അത് അർഹിക്കുന്നുണ്ട്, പക്ഷേ അവർ എനിക്ക് തരില്ല എന്നാണ് ട്രംപ് നൊബേൽ സമ്മാനത്തെക്കുറിച്ച് ഈ അടുത്തും പറഞ്ഞത്. ഇസ്രയേലും പാകിസ്ഥാനും ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് പിന്തുണച്ചിട്ടുണ്ട്. അതേസമയം ഗസ ഇസ്രയേൽ സംഘർഷത്തിൽ നിർണായക വെടിനിർത്തൽ കരാറിന് വഴിയൊരുക്കിയ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചതായി ലണ്ടനിലെ വാതുവെപ്പ് സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നു. ട്രംപിന്റെ ഇടനിലയിൽ ഇരുപക്ഷവും വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും സമ്മതിച്ചതിനെ തുടർന്നാണ് ഈ വിലയിരുത്തലുകൾ വന്നിരിക്കുന്നത്. ലണ്ടനിലെ പ്രമുഖ വാതുവെപ്പ് സ്ഥാപനമായ ലാഡ്ബ്രോക്സ് ട്രംപിന് 5-2 എന്ന അനുപാതത്തിൽ നൊബേൽ സമ്മാനത്തിനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. സുഡാനിലെ എമർജൻസി റെസ്പോൺസ് റൂംസിനൊപ്പമാണ് ട്രംപ് ഈ സ്ഥാനം പങ്കിടുന്നത്. ഇന്ന് നടക്കുന്ന സമ്മാന പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ പ്രവചനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന് സമ്മാനം ലഭിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2 വർഷത്തോളം നീണ്ടുനിന്നതും നിരവധി പേരുടെ മരണത്തിനിടയാക്കിയതുമായ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഗസയിലെ സമാധാന കരാറിനെ വിലയിരുത്തുന്നത്. കരാർ പൂർണ്ണമായും നടപ്പിലാകുകയാണെങ്കിൽ ഇത് ഏതൊരു മുൻകാല ശ്രമങ്ങളെക്കാളും ഇരുപക്ഷത്തെയും സമാധാനത്തിലേക്ക് അടുപ്പിക്കും. നൊബേൽ സമ്മാന പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ട്രംപ് ഈ പുരസ്കാരം നേടുമോ എന്നും ഉറ്റുനോക്കുന്നു. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നോർവീജിയൻ നൊബേൽ കമ്മിറ്റി തിങ്കളാഴ്ച യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നിരുന്നാലും ട്രംപ് ഇടപെട്ട് നേടിയ ഈ ചരിത്രപരമായ കരാറിന്റെ പശ്ചാത്തലത്തിൽ കമ്മിറ്റിക്ക് അവസാന നിമിഷത്തിൽ മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട്.